ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് വ്യക്തികൾക്ക് അവകാശങ്ങളും സ്റ്റേറ്റിന് കർത്തവ്യങ്ങളുമാണ് വിഭാവനം ചെയ്തിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന ആധുനിക ആശയം സംരക്ഷിക്കുന്നതിൻ്റെയും ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെയും ഭാഗമായാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇത്തരമൊരു ഡിസൈൻ, ഇത്തരമൊരു ക്രാഫ്റ്റ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. ഏതായാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം 4-ൽ, അതായത് സ്റ്റേറ്റിന് നൽകിയിട്ടുള്ള ചില കർത്തവ്യങ്ങൾ പരാമർശിച്ചിട്ടുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ഭാഗം 4-ൽ ഒരു അനുച്ഛേദമുണ്ട്, അനുച്ഛേദം 40. ഈ ആർട്ടിക്കിൾ 40യുടെ ടൈറ്റില് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്നതാണ്. എന്നാൽ എന്താണ് ഈ ഓർഗനൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വില്ലേജ് പഞ്ചായത്താണോ, ഫോർമേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്താണോ, എംപവർമെന്റ് ഓഫ് വില്ലേജ് പഞ്ചായത്താണോ, വില്ലേജ് പഞ്ചായത്തുകളെ സ്വയം ഭരണാധികാര സംവിധാനമായി മാറ്റുക എന്നുള്ളതാണോ എന്നിങ്ങനെയുള്ള സംശയം UPSC സ്റ്റഡി സർക്കിൾസിൽ പൊതുവെ കാണപ്പെടാറുണ്ട്. ഏതായാലും ആർട്ടിക്കിൾ നമ്പർ 40 പരാമർശിക്കുന്നത് വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കുക എന്നുള്ളതല്ല. കാരണം വില്ലേജ് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ ഏൻഷ്യന്റ് ഹിസ്റ്ററി പരിശോധിച്ചാൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ സഭ, സമിതി, വിധാത എന്നിങ്ങനെയുള്ള വാക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഏൻഷ്യന്റ് ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡിൽ പോലും പ്രാദേശികമായിട്ടുള്ള ഇത്തരം ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഭരണഘടനാ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ച ആശയം പുതുതായി വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് വില്ലേജ് പഞ്ചായത്തുകൾക്ക് സ്വയം ഭരണ അധികാരം നൽകിക്കൊണ്ട് പരമാവധി ജനങ്ങളെ ജനാധിപത്യത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായാണ് 1992-ൽ 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഭാഗം 9 എന്നൊരു പാർട്ട് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നതും വില്ലേജ് പഞ്ചായത്തുകൾക്ക് നിർബന്ധമായും ചില അധികാരങ്ങൾ നൽകണം എന്ന തരത്തിൽ പാർട്ട് 9 ജസ്റ്റിഷ്യബിൾ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി വിഭാവനം ചെയ്യുന്നതും. അതിനുശേഷമാണ് വില്ലേജ് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളിൽ കൃത്യമായി തെരഞ്ഞെടുപ്പുകൾ റെഗുലർ ഇന്റർവെൽസിൽ നടത്തുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നതും അതേപോലെ തന്നെ കൃത്യമായ ഒരു ഫിനാൻഷ്യൽ അലോട്ട്മെന്റ് പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ കൂടുതൽ സ്വയം ഭരണ സംവിധാനമാക്കി മാറ്റും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നതും. ഏതായാലും ഭരണഘടനാ നിർമ്മാതാക്കളുടെ സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നമായിരുന്നു അനുച്ഛേദം 40 1992 വരെ. എന്നാൽ 1992-ലെ 73ാമത് ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ഭരണഘടനാ നിർമ്മാതാക്കളുടെ സാക്ഷാത്കരിക്കപ്പെട്ട സ്വപ്നങ്ങളുടെ പട്ടികയിലേക്ക് അനുച്ഛേദം 40ന്റെ ഇംപ്ലിമെന്റേഷൻ എത്തിച്ചേരുകയാണ് ഉണ്ടായത്.